ഹായ് മക്കളെ, നമുക്കേ ഒന്ന് കടലിൽ പോയി കുറച്ച് കാറ്റൊക്കെ കണ്ടാലോ? ഒന്ന് പോ സാറേ, മോഡൽ എക്സാം ആയി അപ്പയാ സാറേ കാറ്റ്. എടാ, ഇത് നമുക്ക് പഠിക്കാനുള്ള സാധന. നമ്മുടെ +1 ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പിക് ഓർമ്മ ഉണ്ടാവും. സീ ബ്രീസും അതേപോലെ ലാൻഡ് ബ്രീസും 3 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ആ ഒരു സാധനമാണ് സർ നമ്മൾ ഈ വീഡിയോയിൽ അങ്ങ് സെറ്റ് ആക്കാൻ പോണത്. എന്നാൽ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും വലിയ സംഭവമാണോ? എടാ, വലിയ ഡെക്കറേഷൻ അല്ലാതെ പറയുകയാണെങ്കിൽ സീ കടലിൽ നിന്ന് വരുന്ന കാറ്റ് ബ്രീസ്, അല്ലെങ്കിൽ ലാൻഡ് കരയിൽ നിന്നും വരുന്ന കാറ്റ് ലാൻഡ് ബ്രീസ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയല്ലേ? അതിനു മുന്നേ ആയിട്ട് എല്ലാവരോടും വാം വെൽക്കം ടു എജിപോർട്സ് ന്യൂ +1 ചാനൽ. എടാ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ടിൻ 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 ആ ബട്ടണിലെ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഒന്ന് ഇതാക്കണം കേട്ടോ. അതേപോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാം. ഇതേപോലെ കുറേ വീഡിയോസ് ഇനി കമ്മിങ് ഡേയ്സിൽ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നാളെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ദ ഫസ്റ്റ് ലൈവ് എജിപോർട്ടിന്റെ +1 ചാനൽ ഫസ്റ്റ് ലൈവ് വരുന്നുണ്ട്. അപ്പോൾ സർ, നമുക്ക് നേരെ ഈ ഒരു സീ ബ്രീസും ലാൻഡ് ബ്രീസും നമുക്ക് ഈ ഒരു ഫിഗർ ഒരു സുഖമല്ല, ഒരു മേനലുള്ള സജ്ജി നമ്മൾ നേരെ പിടിക്കാം. ഈ ഒരു ഫിഗർ പിടിക്കാം. അപ്പോൾ എന്താണ് സീ ബ്രീസ്? സീ ബ്രീസ് ഏറ്റവും ആദ്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഇത് സംഭവിക്കുന്നത് ഒരു ഡേ ടൈമിൽ മാത്രമാണ്. ഡേ ടൈമിൽ നമ്മളിപ്പം ഈ ഭാഗമാണ് ലാൻഡിന്റെ ഭാഗം, ഇതാണ് നമ്മുടെ സീന്റെ ഭാഗമെങ്കിൽ ഡേ ടൈമിൽ നമ്മുടെ ലാൻഡിന്റെ ആ ഒരു ഭാഗമാണ് സീന്റെ ഭാഗത്തിനേക്കാളും ഭയങ്കര ചൂട്, ഹോട്ടായി നിൽക്കുന്ന ഭാഗം. അപ്പൊ സാറേ, ലാൻഡിന്റെ ഭാഗം ചൂടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലാൻഡിന്റെ മുകളിലെ ഈ എയറിന് മൊത്തം ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കില്ലേ? അത് ഉറപ്പല്ലേ, ഹീറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടൂലേ? അങ്ങനെ ഈ ലാൻഡിന്റെ മുകളിലെ എയർ നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഉണ്ടാവുമ്പോൾ ആ എയർ നേരെ എവിടേക്ക് പോകുന്ന അറിയോ? ഇതേപോലെ മുകളിലേക്ക് നേരെ റൈസ് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യാൻ ഒരു കാരണം വേണ്ടേ? അല്ലാതെ വെറുതെ പഠിക്കുക. ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന ആ എയർ എങ്ങനെയാ സർ നേരെ മുകളിലേക്ക് പോകാനുള്ള കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു ചെറിയ പിണക്കുണ്ട്. അതൊന്ന് പറയാണ്ട്. ഗ്യാസസിൽ നമ്മുടെ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും അത്ര ഇഷ്ടത്തിലല്ല. അതായത് ഗ്യാസസിന്റെ കേസിൽ നമ്മുടെ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. അതിനർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും സർ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. വെരി ഗുഡ്. ഡെൻസിറ്റി എന്ത് സംഭവിക്കും? കുറയും. അപ്പൊ ഈ എയറിന്റെ ടെമ്പറേച്ചർ കൂടി നിൽക്കില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ആ എയറിന്റെ ഡെൻസിറ്റി എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. പക്ഷെ അത് കാരണം എങ്ങനെയത് മുകളിലേക്ക് പോകുന്നത്? ഡെൻസിറ്റി ഇക്വേഷന്റെ സാറുമാർക്ക് ഓർമ്മയുണ്ടല്ലോ, 8ാം ക്ലാസ് മുതലേ പഠിച്ചതാ. വെരി ഗുഡ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? മാസ് ഡിവൈഡ് ബൈ വോളിയം. അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ ഞാൻ ചോദിക്കട്ടാ, മാസും എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ അല്ലേ, മാസും കുറയും. ആ എയറിന്റെ മാസ് കുറയാന്ന് വെച്ചാ എയർ ലൈറ്റ് ആവില്ലേ ചെയ്യുക? അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞില്ലേ? വെയിറ്റ് കുറഞ്ഞ ലൈറ്റായി നിൽക്കുന്ന എയർ താഴേക്കാണോ പോവാ, മുകളിലേക്കാണോ പോവാ? വെയിറ്റ് കുറഞ്ഞ പിന്നെ എങ്ങനെ സാർ താഴേക്ക് പോവാ? നേരെ എവിടേക്ക് പോവും? മുകളിലേക്ക് പോവും. അങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന എയറിന്റെ ഡെൻസിറ്റി കുറഞ്ഞു, മാസ് കുറഞ്ഞ് ആ എയർ നേരെ എവിടേക്ക് പോകുന്നത്? നേരെ മുകളിലേക്ക് പോവാൻ കാരണം. എന്നാൽ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എടാ, ഒരു കാര്യം നോക്കിയേ, ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ എയർ പോയ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവൂലേ? എന്നാൽ ഇത് മൊത്തം ഒരാള് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാന്നറിയോ? നമ്മുടെ സീന്റെ മുകൾ ഭാഗത്തുള്ള എയർ. എയർ ഇങ്ങനെ നോക്കാം, ടെമ്പറേച്ചർ കൂടി, ഡെൻസിറ്റി കുറഞ്ഞു, മാസ് കുറഞ്ഞു. മച്ചാ, അവിടെ ഒരു ഗ്യാപ്പ് അല്ലേ? ഈ ഗ്യാപ്പിലേക്ക് ഇപ്പൊ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ഈ സീന്റെ മുകളിലുള്ള ഈ എയർ ബാക്കിയുള്ള എല്ലാ ടീംസിനും കൂട്ടി ബോയ്സ് കമോൺ എന്ന് പറഞ്ഞ് ഈ സീന്റെ മുകളിൽ നിന്നും ആ ഗ്യാപ്പിലേക്ക് നേരെ ഇങ്ങനെ അങ്ങ് ഒഴുകാൻ തുടങ്ങും. ഒഴുകാൻ തുടങ്ങുമ്പോൾ ഒരു കാറ്റല്ലേ ഉണ്ടാവുന്നത്? എവിടുന്നാണ് സാറേ ആ കാറ്റുണ്ടാവുന്നത്? സീയിൽ നിന്നും. എവിടേക്ക്? ലാൻഡിലേക്ക്. അങ്ങനെ ഡേ ടൈമിൽ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം സീയിൽ നിന്നും ലാൻഡിലേക്ക് വീശുന്ന ആ മന്ദമാരുതനായ കാറ്റിനെ, ബ്രീസിനെ നമ്മൾ പറയുന്ന പേരാണ്, വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ്, നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സീ ബ്രീസ്. പരിപാടി കഴിഞ്ഞു. ഇതാടാ സീ ബ്രീസിന്റെ ആ ബേസിക് കൺസെപ്റ്റ്. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സി ബ്രീസ് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു എക്സാമിന് ഇപ്പം എങ്ങനെ എഴുതാൻ പറ്റുക? നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റും. സോ ഏറ്റവും ചുരുക്കത്തിലായി നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ വേണ്ടി ഹൗ ഡസ് എ സീ ബ്രീസ് ഒക്കേഴ്സ്, അതായിരിക്കും 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ പറഞ്ഞെന്താ? ഡേ ടൈമിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അങ്ങനെയാകുമ്പോൾ ലാൻഡ് ആണ് ഹോട്ടർ. അത് കാരണം ലാൻഡിന്റെ മുകൾ ഭാഗത്തുള്ള എയർ എന്ത് സംഭവിക്കും? ഹോട്ടർ ആവുന്നുണ്ട്. അങ്ങനെ ഹോട്ടാവുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ആ എയറിന്റെ ഡെൻസിറ്റി എന്താവുന്നുണ്ട്? ലെസ് ഡെൻസ് ആവുന്നുണ്ട്. അത് കാരണം
മാസ് കുറഞ്ഞ് അത് നേരെ മുകളിലേക്ക് റൈസസ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഗ്യാപ്പിലേക്ക് ഒരു പ്രഷർ ഡിഫറൻസ് കാരണം സീന്റെ മുകൾ ഭാഗത്തുള്ള ആ എയർ എബവ് ദ സീ എവിടേക്ക് ഒഴുകുന്നു? ആ ഗ്യാപ്പായ ലാൻഡിന്റെ ഗ്യാപ്പിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഒഴുകുന്ന ബ്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് വെരി ഗുഡ് വിച്ച് ഈസ് നോൺ ആസ് എന്താ സീ ബ്രീസ്. സെറ്റ് ആക്കി. അപ്പോൾ സീ ബ്രീസ് ഇത്രയേ ഉള്ളൂ. പക്ഷെ കൂടെ ഒരാളും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? യെസ്, ലാൻഡ് ബ്രീസ്. എന്തായിരിക്കും ലാൻഡ് ബ്രീസ്? ഒന്നുമില്ല, നേരെ പത്തിരി മറിച്ചിട്ട പോലെ അങ്ങ് മറിച്ചിട്ടോ, അത്രയേ ഉള്ളൂ. ലാൻഡ് ബ്രീസ് സംഭവിക്കുന്നത് ഒരു ട്വിസ്റ്റാ. ഡേ ടൈമിലല്ല, മറിച്ച് നൈറ്റ് ടൈമിലാണ്. നൈറ്റ് ടൈമില് നമ്മൾ തൊട്ടുമ്പോ ഡേ ടൈമിൽ പറഞ്ഞത് ലാൻഡ് ആയിരുന്നു സീനേക്കാളും ഹോട്ടർ. എന്നാൽ ഡേ ടൈമിൽ നമ്മുടെ സീ ആണ് ആക്ച്വലി നമ്മുടെ ലാൻഡിനേക്കാളും എന്താണ് ഹോട്ടർ അല്ലെങ്കിൽ വാമർ എന്ന് പറയാം. അപ്പൊ ലാൻഡ് എന്താ? കൂളാവും. അപ്പോ സീ ഹോട്ടർ ആയി കഴിഞ്ഞാൽ സീന്റെ മുകൾ ഭാഗത്തുള്ള എയറിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും സാറേ? കുറവായിരിക്കും. അതെന്ത് ചോദ്യം? അപ്പോഴാ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇവിടെ നല്ല ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടുത്തെ എയറിന്റെ ടെമ്പറേച്ചർ കൂടും, അപ്പോൾ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ മാസ് കുറയും. ലൈറ്റ് ആവില്ലേ ചെയ്യാ? അത് കാരണം സീന്റെ മുകൾ ഭാഗത്തുള്ള എയർ സാറേ നേരെ എവിടേക്ക് പോവും? നേരെ റൈസസ് അപ്പ്, മുകളിലേക്ക് പോവും. ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാപ്പ് ആരാ നോക്കി നിൽക്കുന്നത്? ലാൻഡിന്റെ മുകൾ ഭാഗത്തുള്ള എയർ. മച്ചാ ബോയ്സ് കം ഓൺ. അങ്ങനെയാണെങ്കിൽ ലാൻഡിന്റെ മുകൾ ഭാഗത്തുള്ള ആ എയർ നേരെ ആ ഗ്യാപ്പിലേക്ക് പ്രഷർ ഡിഫറൻസ് കാരണം നേരെ ഇങ്ങനെ ഒഴുകുന്നു. അങ്ങനെ രാത്രി സമയത്ത് ലാൻഡിന്റെ മുകൾ ഭാഗത്തുള്ള എയർ സീയിലേക്ക് ഒഴുകുന്ന ലാൻഡിൽ നിന്നും വരുന്ന മന്ദമാരുതനെ നമ്മൾ പറയുന്ന പേരാ, അല്ലെങ്കിൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കാറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് വെരി ഗുഡ് വിച്ച് ഈസ് നോൺ ആസ് എന്താ? ലാൻഡ് ബ്രീസ്. പരിപാടി കഴിഞ്ഞു. സോ സീ ബ്രീസും ലാൻഡ് ബ്രീസും. ലാൻഡ് ബ്രീസും ഡെഫിനിഷൻ വേണ്ടേ? ഇന്ന് പഠിച്ചോ. തൊട്ടുമുള്ള ഡെഫിനിഷൻ നേരെ തിരിച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഏറ്റവും ആദ്യം എൻ്റെ സാറുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നൈറ്റ് ടൈമിലാണ് സംഭവിക്കുന്നത്. നൈറ്റ് ടൈമിൽ നമ്മുടെ വാട്ടറിന്റെ എയർ എബവ് ആയിട്ടുള്ള എയർ ഹോട്ട് ആവുന്നുണ്ട്. അത് കാരണം അത് ലെസ് ഡെൻസ് ആവുന്നു. ലെസ് ഡെൻസ് കാരണം മാസ് കുറയുന്നു. അപ്പൊ നേരെ അവിടെ റൈസ് അപ്പ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ലാൻഡിൽ നിന്നും ഒരു എയർ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ എയർ എബവ് ദ ലാൻഡ് ഫ്ലോ ചെയ്യുന്ന എവിടേക്ക് സർ? സീയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ആ ബ്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് എന്താ? ലാൻഡ് ബ്രീസ്. പരിപാടി കഴിഞ്ഞു. സീ ബ്രീസും ലാൻഡ് ബ്രീസും കഴിഞ്ഞു. പക്ഷേടാ, ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും ആക്ച്വലി ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? കാറ്റടിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ തണുപ്പാവുക ചെയ്യുക, അതല്ലേ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ. നമ്മൾ 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചാണല്ലോ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതേപോലെ റേഡിയേഷൻ. എന്നാൽ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറാ? എൻ്റെ മക്കളെല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ബോക്സിലിട്ടോ, ഞാൻ ഒന്ന് കാണട്ടെ. വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. സാറേ, ഈ 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫറിലും മോളിക്യൂൾസ് മൂവ്മെന്റ് ഒന്നുമില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ഏത്? മോളിക്യൂൾസ് ഒന്നും മൂവ് ചെയ്യാതെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. അല്ല, ഇവിടെ മൊത്തം കാറ്റല്ലേ ഒഴുകുന്നത്, ഒന്നെങ്കിൽ സീന്ന് ഇവിടേക്ക് അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് സീയിലേക്ക്. അങ്ങനെയാകുമ്പോൾ മോളിക്യൂൾസ് മൂവ് ചെയ്യല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, കണ്ടക്ഷൻ ആണോ അതോ കൺവെക്ഷൻ ആണോ? റേഡിയേഷൻ വല്ലതും എല്ലാവർക്കും പറയാം. കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ? താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടം എന്തായാലും അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതേപോലെ ഇനി കുറേ വീഡിയോസ് കമ്മിങ് ഡേയ്സ് നമ്മൾ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഞാൻ സൈൻ ഓഫ് ചെയ്യട്ടെ. ബൈ.